എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് ഇത് പറയാനാണ്, ടിപ്പ് പറയാനല്ല. നമ്മൾ തലമുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും തലമുടി നരയ്ക്കാതിരിക്കാനുമുള്ള എണ്ണ കാച്ചി കൊടുക്കുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി കാച്ചിയതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിള്ളേർ ഞങ്ങൾക്കെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിളിച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാനെല്ലാം അതിന് വേറെ ചെയ്യാം. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഞാൻ കൊടുത്തവർക്കൊക്കെ നല്ലതായിട്ട് മുടി വളരുന്നുണ്ട്, മുടി കൊഴിച്ചിൽ മാറുന്നുണ്ട്. ഇപ്പം എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കീമോ ചെയ്തപ്പോഴാണ് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായത്. അപ്പോൾ അത് ഈ എണ്ണ കാച്ചി തേച്ചതിന് ശേഷം മുടി കൊഴിച്ചിൽ നിന്നെന്ന് മാത്രമല്ല മുടി നല്ലപോലെ വളരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള മുടികളാണ്. അതുമല്ല ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കറുത്ത മുടിയാണ് വരുന്നത്, നരച്ച മുടിയല്ല. അപ്പോൾ ഞാനിങ്ങനെ വലിയ ഹൈഫൈ ആയിട്ട് ഒന്നും അവകാശപ്പെടുന്നില്ല. കാരണം എൻ്റെ ചുരുണ്ട മുടിയാണ്, ഒരുപാട് നീളം വലിച്ചു നീട്ടിയാലേ വരുള്ളൂ. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല കറുകറുത്ത മുടിയാണ് അല്ലേ. ഇപ്പോൾ കറുകറുത്ത മുടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേച്ചി ഹെറിഡിറ്റി ആവുമെന്ന് പറയും. അങ്ങനെയല്ല. ഈ കറുത്ത മുടിയിൽ ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീമോ ചെയ്തിട്ട് കുറേ മുടി കൊഴിഞ്ഞു, പിന്നെ വരുന്നതാണെങ്കിലും ഉള്ള മുടിയൊക്കെ ആണെങ്കിലും നരച്ചു, മൊത്തം നരച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നരച്ചപ്പോൾ എനിക്ക് സങ്കടമായി. മുടി പോകുന്നതിനേക്കാൾ സങ്കടമായിരുന്നു മുടി നരച്ചപ്പോൾ. പക്ഷേ ഈ എണ്ണ കാച്ചി തേക്കാൻ തുടങ്ങിയതിന് ശേഷം നരച്ച മുടിയൊക്കെ വീണ്ടും കിടക്കാൻ തുടങ്ങി. അതൊരു സന്തോഷ വാർത്ത. പിന്നെ മുടി കൊഴിച്ചിൽ നിന്നു മാത്രമല്ല, പുതിയ മുടി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു, ഇതൊക്കെ കുഞ്ഞു മുടികൾ വരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരുപാട് മുടി വരും, ഉള്ള മുടി പോവാതിരിക്കും, അതുപോലെ തന്നെ നരയ്ക്കാതിരിക്കും. അകാല നരനെ തടയും എന്നതിനേക്കാളും അത്രയും ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. എൻ്റെ മുടി കറുത്തു വെച്ചിട്ട് എല്ലാവരും കറക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതെങ്ങനെ തേക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ വന്നത് കേട്ടോ. മുടി ഇതിന് പരസ്യം കൊടുക്കാൻ വന്നതല്ല, കാരണം ഒരുപാട് പേര് എൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട് എണ്ണ. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പാത്രം എണ്ണ തേക്കാൻ ആയിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു വാട്ടി എന്നാണ് ഞാൻ പറയാം. അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. കൂട്ടാൻ പാത്രം എന്താ പറയുന്നത് വെച്ചാൽ അത് പാത്രത്തിന് മാത്രം ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. നമ്മൾ ഈ എണ്ണ ഒഴിച്ചിട്ടല്ല, എണ്ണ ഒഴിക്കാതെ പാത്രം ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് പാത്രം താഴെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ എണ്ണ നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത്രയൊക്കെ ഒഴിക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിറയിൽ കുറച്ച് ഇടുന്നത് നല്ലതാണ്. അതുപോലെ പിൻകഴുത്തിലും ഇടാം. ബാക്കി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അല്ല ദിവസം കൂടെ മസാജ് ചെയ്യൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തലമുടി തഴച്ചു വളരും. കാരണം വെച്ച് കഴിഞ്ഞാൽ തലയോട്ടിക്ക് ഒരുപാട് നല്ല റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആവും. അപ്പോൾ മുടി നല്ലപോലെ തഴച്ചു വളരും, മുടിക്ക് ആരോഗ്യം കൂടുതൽ കിട്ടും, മുടി കൊഴിച്ചിൽ നിൽക്കും. അതുമാത്രമല്ല ഈ മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശരീരത്തിന് മൊത്തം ഉള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മസാജിൽ തലയോട്ടിയിലുള്ള ഞരമ്പുകൾ ഇതൊക്കെ എന്ന് പറയില്ലേ അപ്പോൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെയൊക്കെ സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ ശരീരത്തിൽ മൊത്തത്തിന് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ അത് ശരീരത്തിന് തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും, തലയ്ക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ പ്രത്യേകിച്ചും തലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുടി വളരും, മുടി നരയ്ക്കാതിരിക്കും, മുടി കൊഴിയാതിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് മുടി താഴ്ച വളരും. എല്ലാവർക്കും ഒരുപാട് മുടികളുണ്ടാവട്ടെ. അപ്പോൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എണ്ണ വേണ്ടവർ എൻ്റെ നമ്പറിൽ വിളിക്കാൻ, ഞാൻ ഇതിന് നമ്പർ കൊടുക്കാം. നമ്മൾ പാർസൽ വീട്ടിൽ ഫ്രീ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അറിയിക്കാം. എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.